സ്വാഗതം സാഹിബേ മെഡിക്കൽ ഓഫീസറെ നാട്ടുകാരെ. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? തെക്കുംതല, നാടിന്റെ ഏറ്റവും തെക്ക് വശത്തോട്ടാണ് ഞങ്ങളിപ്പോ പോകുന്നത്. ജസ്റ്റ് ബിക്കോസ് ഞങ്ങൾ രാത്രി ഹാങ് ഔട്ട് ചെയ്യാനൊരു രഹസ്യ സങ്കേതം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അവിടേക്കാണ്. ബട്ട് ഞങ്ങൾ ഇത്ര വരെ അത് രഹസ്യമാക്കി വെച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് റിവീൽ ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ചുമ്മാ അങ്ങ് റിവീൽ ചെയ്യുകയാണ്. So let's go. നമുക്കൊരാളെ കൂടി സ്വീകരിക്കാനുണ്ട്. ആരാണത്? വീടെത്തി ഗായ്സ്. ഉമ്മറത്തിരിക്കാൻ പാടില്ലെന്നാ അപശകുനം. പോടാ. വെറും ചായാണ് ഞങ്ങൾക്ക് തരുന്നത്. എന്താണത്? ജസ്റ്റ് റിവീൽ. Oh my God. കായ വറുത്തത് നല്ല രസമുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. മീനച്ചാനുള്ള മീൻ പൊരിച്ചത് ആൻഡ് വെളുത്തുള്ളി ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ? എന്തിനാണിത്? അച്ചാറിടാൻ ഞാൻ കേരളത്തോട്ട് പോകുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പൊ കേരളത്തിലുള്ളവർ പ്ലീസ് കോൺടാക്ട്. ഒരു കുപ്പിക്ക് എത്ര രൂപ താങ്കൾ ചാർജ് ചെയ്യുന്നത്? സർപ്രൈസിംഗ്ലി കുറച്ച് ചൂരേന്റെ മാടുണ്ട്, ചൂരമീൻ്റെ. അപ്പൊ അത് നമ്മളിപ്പോ ക്ലിയർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് മാടെന്നാ ചൊല്ലിയത്, മാടെന്ന് വെച്ചാൽ തള്ളാം. അപ്പൊ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് ചിട്ട് തിന്നും. ഓക്കെ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തോന്നുന്നു അത് ക്ലിയർ ചെയ്യാൻ ഇരിക്കുകയാണ്. നോട്ട് കൂത്തിയാണ്. ദീപകാരുടെ വീട്ടിൽ എല്ലാ വീട്ടിലും കാണും ഇങ്ങനെയുള്ള പലക. ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. റാസി ഇരുന്നത് പോലെ, ഗണ ഇരിക്കുന്നത് പോലെ. അതായത് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇതിന്റെ മാംസമൊക്കെ എടുത്ത് നമ്മൾ മാറ്റി. അപ്പൊ ബാക്കി വന്ന തെളിയാണ് നമ്മളിത് ക്ലിയർ ചെയ്യുന്നത്. മാടുണ്ട്, വയറുണ്ട്, പിന്നെ കറളങ്ങുമ്മയൊക്കെ ഉണ്ടാ. കരിക്കും മീൻചുട്ടതുമാണ് ഇവിടുത്തെ ട്രഡീഷണൽ കോമ്പിനേഷൻ. സോ നമുക്ക് അപ്പൊ നമുക്ക് ഇതിനെ അടർത്തിയെടുക്കാം. അപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നല്ല വെള്ളയ കരിക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് പൊളയ്ക്കും. പച്ചമുളക് കൂടി കടിക്കാനുണ്ട്, തകർക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് ഏതൊരു വീട്ടിലേക്ക് പച്ചമുളക് വാങ്ങിക്കാൻ കയറിയിരിക്കുകയാണ് റാസി. പച്ചമുളക്, മീൻ, കരിക്ക്, വിറക് ശേഖരണം. ഇതൊക്കെ നല്ല കാറ്റാണ്. തീ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് കോച്ചിലും കിട്ടി, നികടും കിട്ടി. ഇനി നമുക്ക് തീ കത്തിക്കാൻ പോകാം. നല്ല പാടാണ് തീ കത്തിക്കാൻ. ഞങ്ങൾ ഇങ്ങനെ മതില് പോലെ നിൽക്കുകയാണ്. ഭയങ്കര കാറ്റാണ്. Finally we made it. Well done Rasi, well done. ഗൈസ്, ഞങ്ങളുടെ നാടൻ കലാരൂപമുണ്ട്. അതിന് പറയുന്നത് ആട്ടം എന്നാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് വലിയ വലിയ ഗസ്റ്റുമാരൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ദ്വീപിലെ പെണ്ണുങ്ങൾ ആടിയിരുന്ന ഒരു കലാരൂപമാണ്. അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. സ്വാഗതം സാഹിബേ മെഡിക്കൽ ഓഫീസറെ നാട്ടുകാരെ, എന്തൊരാനന്ദം വീശും നിന്നാളിൽ. സ്വാഗതം സാഹിബേ മെഡിക്കൽ ഓഫീസറെ നാട്ടുകാരെ, എന്തൊരാനന്ദം വീശും ഇന്നാളിൽ. ഗൈസ്, മീനിട്ടിരിക്കുകയാണ് അവിടെ. വിരിപ്പ് കൊണ്ട് മൂടാൻ പോവുകയാണ്. അതാ മൂടുന്നു. ോണ്ട് കച്ചേരി പാലത്താറ്റ് തന്നെയാണ്. ോണ്ട് കച്ചേരി തന്നെയാണ്. പുറത്തടി കേട്ടാൻ കെട്ടിയിരുന്ന ധാരടാ, ഞാനട ചെറുമൈദീൻ കൊട്ടി വെള്ളക്കകത്തത് എന്തടാ, അതിര് കണ്ടം തെങ്ങാപ്പോൾ ഞാനും ചെന്ന് കടിച്ചോട്ടെ. പല പല ഇലിയം ആയി വന്നാൽ മേലാമുടും ചവിട്ടി പിടിച്ച് കായത്തക്കെല്ലാം ചവിട്ടി പിടിച്ച് മെല്ലെ മെല്ലെ കുഞ്ഞുകളെ. ഉള്ളേതം തെറ്റുണ്ടെങ്കിൽ നാട്ടുകാരെ. ചുട്ട മീൻ്റെ നല്ലൊരു സ്മെല്ലാണ്.
കരിക്കും കൊട്ടി തിന്നു. ഫെന്റാസ്റ്റിക്. പച്ചമുളകിന്റെ എരിവും തേങ്ങയുടെയും ഫിഷിന്റെ ഒക്കെ ഒരു ഒതന്റിക് ടേസ്റ്റ്. മാർവലസ്. കിണറിന് ഇതേ ഇത്ര ആയേ ഉള്ളൂ. തൊട്ടടുത്താണ് വെള്ളം. അപ്പൊ ഇതാണ് നമ്മുടെ ഹിഡൻ സ്പോട്ട്. ഇത് അവിടെ കടലാണ്, കാണാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പുറത്തെ കടലാണ്. ദേ ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. നല്ല കാറ്റാണ്, തണുത്ത കാറ്റ്. അറിയാലോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്താണെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ വന്ന് ഇവിടെ ഇരിക്കാറാണ് ഇപ്പൊ പതിവ്. നല്ല രസമാണ്. ഇത്രയും ഓലേന്റെ മുകളിൽ ഇരിക്കുമ്പോൾ നല്ലൊരു കുഷ്യൻ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. It's amazing. Thank God.